ആഴി പോലെ അഗാധമാണ് അവളുടെ സ്നേഹം. അമ്മ സ്നേഹത്തിൻ്റെ നേർ സാക്ഷ്യമാണ് പരിശുദ്ധ മറിയം. പുൽക്കൂട് മുതൽ കാൽവരി വരെ മകനായ ക്രിസ്തുവിന് മാത്രമല്ല നമുക്കും സ്നേഹത്തിൻ്റെ മൂളിപ്പാട്ടുകൾ പകർന്നേകുന്നുണ്ട്. അമ്മയോടൊപ്പം നമുക്കും ആ സ്നേഹം നുകരാം. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാധേയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ എൻ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, ഒരു നല്ല കഥ ഈ ദിവസങ്ങളിൽ ഈശോയുടെ നിലത്തെഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ബോബി ജോസഫിൻ്റെ ഒരു നല്ല പുസ്തകമുണ്ട്, നിലത്തെഴുത്ത് എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകത്തിലും അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ വായിച്ചതുമായുള്ള ഒരു കഥ ഇങ്ങനെയാണ്. ഈശോ ഇങ്ങനെ നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെഴുതിയതിനെ കുറിച്ചൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവൻ എന്താണ് ആ സമയത്ത് എഴുതിയെന്നുള്ളത്. ചിലർ പറയണോ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്, മറ്റു പലർ പറയണോ സാഹോദര്യത്തെക്കുറിച്ചാണ്. അങ്ങനെ പല കാര്യങ്ങളും എഴുതിയെന്ന് ഉണക്കി പറയും. പക്ഷേ ഇത് എഴുതുന്ന സമയത്ത് ഈശോ ആ കൂട്ടത്തിൽ നിൽക്കുന്ന വ്യക്തികളെ നോക്കിയപ്പോൾ അതിൽ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയും കൂടെ ആ കൂട്ടത്തിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ആ എഴുതിക്കൊണ്ടിരുന്ന ഈശോ കൈ ഇങ്ങനെ മാറ്റിയിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. നിങ്ങൾ ആരൊക്കെയാണ് സിന്ന് ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയാം. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും കല്ല് താഴേക്കിട്ട് പോണത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കഥയിൽ പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ പരിശുദ്ധ അമ്മയും കല്ല് അവിടെ താഴെ ഇട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ ഇവരൊക്കെ പോയതിന് ശേഷം, ആ പാപിനിയായ സ്ത്രീയും പോയതിന് ശേഷം ഈശോ ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അമ്മ കല്ലെറിയാതിരുന്നത്? അമ്മയ്ക്ക് കല്ലെറിയായിരുന്നില്ലേ അവളെ? നീ തെറ്റ് ചെയ്യാത്തവളാ, അമ്മ നിനക്ക് കല്ലെറിയായിരുന്നില്ലേ? അപ്പോൾ അമ്മ ഇങ്ങനെ മോനായ ഈശോയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോനെ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനാണ്. കരുണയുള്ളവരായ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറണം. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അങ്ങനെ പറഞ്ഞു നോക്കുന്ന സമയത്ത് സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മേനെ ഇങ്ങനെ മോനായ ഈശോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അമ്മ, ഞാൻ നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താ? ദ വേർഡ് കമ്പാഷൻ, ദറ്റ് മീൻസ് കരുണ. ഞാൻ അവളോട് കരുണ കാണിക്കുന്നു. എൻ്റെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് നേടിയെടുത്ത ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ കാഴ്ചപ്പാട് സ്വർഗം കരുണ കാണിക്കുമെന്ന് വിശ്വസിച്ച പെണ്ണിൻ്റെ പേരാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ ഈ ഒരു സുവിശേഷം കേട്ടുകൊണ്ടിരിക്കണം. ഇതൊരു 5 മിനിറ്റ് നേരത്തെ ഒരു ചെറിയൊരു സെഷനാണ്. അത്ര വലിയ ഭീകരമായ ഒരു സെഷനോ അല്ലെങ്കിൽ വലിയൊരു ടോപ്പിക്കുകളിലേക്കോ ഒന്നുമല്ല പോകുന്നത്. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ ദിവസങ്ങൾ പരിശുദ്ധ അമ്മയുടെ ക്വാളിറ്റികൾ പറയുന്നത്. അതിൽ ഇന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും സ്വർഗത്തിൻ്റെ കരുണയെ ധ്യാനിച്ചിട്ടുണ്ടാവും. സ്വർഗത്തിൻ്റെ കരുണയെ ധ്യാനിച്ചതാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ജീവിതത്തിൻ്റെ സൗന്ദര്യം. ലോകത്തിൽ വെച്ച ഏറ്റവും സുന്ദരി ആരാ? പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളൊരു പാട്ട് ഇങ്ങനെയാണ്, ഏറെ സുന്ദരിനി സ്ത്രീകളിൽ ഭാഗ്യവതി. പരിശുദ്ധ അമ്മ സ്ത്രീകളിൽ ഭാഗ്യവതിയും സുന്ദരിയും ഒക്കെ ആയിട്ട് കാണാൻ കാരണം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിൻ്റെ കരുണ ഇങ്ങനെ നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കണേന്ന് ആ രോഗികൾ പറഞ്ഞതുപോലെ, ആ പാപികൾ പറഞ്ഞതുപോലെ ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ നിൻ്റെ കരുണയാൽ എന്നെ നിറയ്ക്കണം. പഴയ നിയമത്തിൽ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3 ചെറുപ്പക്കാരെ പരിചയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളൊന്നും ചിന്തിക്കാത്ത പേരുകളാണ്. ഞാൻ ഈ പേരുകൾ എഴുതിയെടുക്കാൻ തന്നെ കുറേ സമയം എടുത്തു. എന്ന് പറഞ്ഞാൽ അവരുടെ പേര് ഇങ്ങനെയാണ്: ഷാദ്രാക്ക്, 2 മെഷാക്ക്, അബ്ദനെഗോ. ഇങ്ങനെ 3 പേര് പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഈ 3 പേര് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3 പേരുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകത അവർ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച മനുഷ്യരായിരുന്നു എന്നാണ് പറയുന്നത്. സംഭവം നമുക്കൊക്കെ അറിയാം. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി. അപ്പോൾ ഈ പ്രതിമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ പറയുന്ന 3 പേരോടും പറഞ്ഞു, നിങ്ങൾ ഈ പ്രതിമയുടെ മുമ്പിൽ മുട്ടുകുത്തണം, ഈ പ്രതിമയുടെ മുമ്പിൽ മാത്രമേ മുട്ടുകുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ മിശക്ക്, ഷിദ്രാക്ക്, ഈ പറയുന്ന അബ്ദനെഗോ എന്ന് പറയുന്ന 3 ചെറുപ്പക്കാർ പറഞ്ഞു, വി വിൽ നെവർ നീൽ ദിസ് ഐഡൽ. ഈ ഐഡലിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരിക്കലും മുട്ടുകുത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ 3 പേര് മുട്ടുകുത്തിയില്ലെങ്കിൽ നിങ്ങളെ നെബൂഖദ്നേസർ രാജാവ് കൊന്നുകളയും. കൊന്നുകളയെന്ന് പറഞ്ഞ ഉടനെ നെബൂഖദ്നേസർ രാജാവിൻ്റെ അടുത്ത് ഈ 3 ചെറുപ്പക്കാർ പറയുന്ന ഒരു വചനം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഇവർ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ രക്ഷിക്കും, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയ ഞങ്ങളെ മുട്ടുകുത്തിക്കാൻ ആർക്കും പറ്റില്ല, അതുകൊണ്ട് ദൈവം ഞങ്ങളെ മോചിപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ദൈവത്തിൻ്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ് എന്ന് പറയാം. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച ഈ 3 ചെറുപ്പക്കാരെയും ദൈവം അത്ഭുതകരമായിട്ട് എടുത്തു എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മോനെ, എൻ്റെ മോളെ, നിന്നോട് കരുണ കാണിക്കാൻ സ്വർഗസ്ഥനായ പിതാവ് കാത്തിരിക്കുന്നുണ്ട്. എന്നോട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് കരുണ കാണിച്ച കർത്താവ് നിന്നോട് കരുണ കാണിക്കുമെന്ന് നീ വിശ്വസിച്ച് തുടങ്ങുക എന്നുള്ളതാണ് മെയ് മാസ പുലരിയിലെ ആദ്യത്തെ കാര്യം. നീ ചെയ്യേണ്ട 2ാമത്തെ കാര്യം എന്താ? നീയും മറ്റുള്ളവരോട് കരുണ കാണിക്കുക. അമ്മയ്ക്ക് വേണമെങ്കിൽ കല്ലെറിയായിരുന്നു, പക്ഷെ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ കല്ലെറിയില്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് അവളോട് കരുണ കാണിച്ചേ മതിയാവൂ. ഞാൻ ഏത് ടോക്ക് എടുക്കുമ്പോഴും കരുണയുടെ ഒരു സുവിശേഷത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ മിഴി നിറഞ്ഞു പോകുന്ന എൻ്റെ ഒറ്റ കാര്യം ഇങ്ങനെയുള്ളൂ. സ്നേഹമുള്ളവർ, എൻ്റെ ഒരു അനിയനെ പോലെ സ്നേഹിച്ചൊരു മോൻ. എനിക്ക് അനിയന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുക, അവരുടെ കൂടെ അവരിങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത്ര ഇഷ്ടമുള്ളൊരു മോൻ. 19 വയസ്സുണ്ടായിരുന്നു അവനാ. അവനിങ്ങനെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ പെടുക. തൃശ്ശൂർ ഭാഗത്തുള്ള മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ 1/4 മണിക്കൂർ നേരം അവിടെ കിടന്ന്. ആ ഭാഗത്തോടെയൊക്കെ കുറേ വണ്ടികളൊക്കെ പോകണ്ടായിരുന്നതാ. ഒരാളാ മോനെ എടുത്തില്ല. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 65-70 വയസ്സുള്ള ഒരു അപ്പച്ചനാണ് അവനെടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. അവിടെ എത്തിക്കഴിഞ്ഞ് ഞാനിവനെ കാണാനായിട്ട്, ഞാനിവിടെ പത്രത്തിൽ വർക്ക് ചെയ്യുക, അവിടെ നിന്ന് അവനെ കാണാനായിട്ട് പോകുമ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ മുഴുവൻ ഇങ്ങനെ ബ്ലഡ് ഒഴുകിയ. ICUവിൽ പോയി ഇവൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് കാണാം. ഡോക്ടർമാർ പറഞ്ഞു, അച്ഛൻ്റെ ആരാ, അച്ഛൻ്റെ ഇങ്ങനെ കരയാണ്, എൻ്റെ അനിയനൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നതാണ്, തിരിച്ച് കിട്ടില്ല അച്ഛാ. ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിനെ രക്ഷിക്കായിരുന്നു. ആരും അവനെടുത്തില്ല. അവൻ്റെ ബ്ലഡ് മുഴുവൻ ഇങ്ങനെ ചോർന്നു പോയി. 9-12 ദിവസം അവിടെ കിടന്നു. 12ാമത്തെ ദിവസം എൻ്റെ മോൻ മരിച്ചു. അവനും കുർബാനയ്ക്കും കൊണ്ടുപോകും. ഞാൻ കുർബാന കഴിഞ്ഞാൽ ദിവികാരണീശ്വരനെ എടുത്തിട്ട് ഓടി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഈശോയെ, എൻ്റെ മരണം കഴിഞ്ഞിട്ട് നമ്മുടെ സങ്കടം എന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ടമുള്ള മോൻ മരിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ഒരാൾക്ക് അവനോടൊരു കാരുണ്യം കാണിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ്. കാരുണ്യത്തിൻ്റെ കുറേ കഥകളൊക്കെ പറയണ നാടാ സ്നേഹമുള്ളവർ. എന്ത് കാരുണ്യം നീ ചെയ്യണേ? ഇനിവിടെ ഈ മക്കളിങ്ങനെ നമസ്കാരമൊക്കെ കേൾക്കാൻ വരുമ്പോൾ ആകൊറ്റ ചോദ്യം ചോദിക്കുള്ളൂ, വേറെ കുറേ ഒന്നും ചോദിക്കാറില്ല അവരോട്. അവരങ്ങനെ കുറേ വട്ടം മടക്കി വിടാനും എനിക്കിഷ്ടമില്ല. കാരുണ്യപ്രവൃത്തികൾ 14 പഠിക്കാൻ പറയാറുണ്ട്. എന്നിട്ട് അതുപോലും പഠിക്കേണ്ടി വരുന്ന മക്കൾ ഈ കേട്ടുകൊണ്ടിരിക്കണം. നിന്നോട് ചോദിച്ചാൽ നിനക്കറിയോ കാരുണ്യപ്രവൃത്തികൾ 14? ഇഫ് യു ആർ എ ക്രിസ്ത്യൻ യു മസ്റ്റ് കമ്പേഷനേറ്റ്. കർത്താവിന് അവരോട് അനുകമ്പ തോന്നിയെന്നാണ് തിരുവചനം. പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ അനുകമ്പ കൊണ്ടാണ് നമുക്ക് ഈ അമ്മയോടുള്ള ഇത്ര സ്നേഹം. അമ്മ നമ്മളോട് സ്നേഹം കാണിക്കണേ. അപ്പോൾ ഈ അമ്മയുടെ സ്നേഹമൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ വി മസ്റ്റ് ഡു ദ സെയിം തിങ് കെയിൻ ടു കെയിൻ. നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിൻ്റെ കരുണ കിട്ടാൻ, ഈ കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അമ്മ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ ഷദ്രാക്ക്, മിശാക്ക്, അബ്ദനെഗോ ഇവരെ കരുണ കാണിച്ച കർത്താവെ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ. ആവേ മരിയ. സംഭവം: ഫ്രാൻസിലെ ഒരു കുഗ്രാമത്തിൽ ഇടവക വൈദികനായി ജീവിച്ച് അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ട് ജീവിതകാലത്തും മരണശേഷവും ലോകത്തെ അനുഗ്രഹിച്ച പുണ്യവാനാണ് ജോൺ വിയാനി. 1788 ജനിച്ച വിശുദ്ധ വിയാനി സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. സഹപാഠികളോടൊപ്പം പഠിച്ച് പരീക്ഷകൾ പാസ്സാകുവാൻ വേണ്ട ബുദ്ധി സാമർഥ്യമോ കഴിവോ അദ്ദേഹത്തിനില്ലായിരുന്നു. അങ്ങനെ വൈദികനാകാനുള്ള തൻ്റെ അഭിലാഷം എന്നേക്കുമായി തകർന്നതിൽ വിയാനിയുടെ മനസ്സ് വേദനിച്ചു. എല്ലാ മാർഗങ്ങളും തൻ്റെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹായം ഒന്നു മാത്രമാണ് തൻ്റെ കാര്യസാധ്യത്തിനായി അദ്ദേഹം ആശിച്ചത്. ദൈവമാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു. സെമിനാരി പരീക്ഷയിൽ ഉത്തരങ്ങൾ പറയാൻ സാധിച്ചില്ല എന്നു തന്നെയല്ല, ചോദ്യങ്ങളുടെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഫാദർ ബെയ്ലിയുടെ അപേക്ഷ പ്രകാരം വീണ്ടും ഒരു പരീക്ഷ കൂടി നടത്തി. ദൈവമാതാവിൻ്റെ സഹായം അപേക്ഷിച്ച് ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് വിയാനി അണഞ്ഞു. ആ പരീക്ഷയിൽ സ്തുത്യർഹമായ വിധം ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവസാന വിധി കൽപ്പിക്കുവാനുള്ള ആൾ വികാരി ജനറൽ ഫാദർ കെർബൻ ആയിരുന്നു. അദ്ദേഹം ചോദിച്ചു, ജോൺ വിയാനി ഭക്തനാണോ? ദൈവമാതാവിനോട് അയാൾക്ക് ഭക്തിയുണ്ടോ? അങ്ങനെയെങ്കിൽ പട്ടം കൊടുക്കുവാൻ എനിക്ക് മടിയില്ല. ഇതു കേട്ടപ്പോൾ ഫാദർ ബെയ്ലിയുടെയും ജോൺ വിയാനിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയേക്കാൾ സ്നേഹിക്കുന്ന സഭാധനയനാണ് ജോൺ വിയാനി എന്നറിഞ്ഞപ്പോൾ കർദിനാളിന്റെ സ്ഥാനപതിയായ വികാരി ജനറൽ പറഞ്ഞു, ഇയാളിൽ വേണ്ടത് ദൈവം പ്രവർത്തിച്ചുകൊള്ളും. പണ്ഡിതന്മാരെക്കാൾ ഭക്തരായ വൈദികരെയാണ് ഇന്നത്തെ സഭയ്ക്ക് കൂടുതൽ ആവശ്യം. മരണം വരെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അതീവ ഭക്തനായിരുന്ന വിശുദ്ധ ജോൺ വിയാനി അങ്ങനെ 1815 ആഗസ്റ്റ് 13 പുരോഹിത പദവിയിലേക്ക് ഉയർന്നു. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങ് അവിടുത്തെ ബന്ധുവായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ ഉദരസ്ഥനായ മിശിഹായെയും സംവഹിച്ചു കൊണ്ടുപോയല്ലോ. ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് മറ്റുള്ളവർക്ക് സേവനം അർപ്പിക്കുന്നതിനും വേണ്ട അനുഗ്രഹം നൽകണമേ. ഞങ്ങളും ഞങ്ങളുടെ സേവന രംഗങ്ങളിൽ മിശിഹായെ സംവഹിക്കുവാനും അപ്രകാരം മിശിഹായ്ക്ക് വേണ്ടി എല്ലാ സേവനം അർപ്പിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കട്ടെ. ദിവ്യജനനി, അങ്ങ് മിശിഹായോടുകൂടെ സേവനത്തിന് പോയപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവായി. അതുപോലെ ഞങ്ങളുടെ എല്ലാ സേവനങ്ങളിലും ആധ്യാത്മികമായ ഫലങ്ങൾ ഉളവാക്കുന്നതിനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു നൽകണമേ. ആമേ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി
മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ
കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുഹൃത്ത് ജപം. ഏലിശാമ്മയെ സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധ ദൈവമാതാവേ, പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ. മെയ് മാസപ്പൂവേൻ സ്വർഗം ചാർത്തിയൊരു